എനിക്ക് ചോദിക്കാനുള്ളത് ജോർജ് കെ അലക്സിനോടാണ്. നിങ്ങളിപ്പോൾ കോലീബി സഖ്യം ഇവിടെ നിലമ്പൂർ അപ്പോൾ ആവിർഭവിച്ച് വരികയാണ്. കാരണം എന്ന് പറഞ്ഞാൽ വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്നത് ലീഗും കോൺഗ്രസുമാണ്. അവിടുന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇന്നൊരാളെ നിയമിച്ചു. കേരളം കണ്ട ഏറ്റവും കൂടുതൽ സംഖ്യ എന്ന് പറഞ്ഞ കൃഷ്ണരാജ് എന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ ഇന്ന് UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്ത് നിയമിച്ചത് എന്തുകൊണ്ടാണ്? അത് നിങ്ങളത് അനുകൂലിക്കുന്നുണ്ടോ UDF കോൺഗ്രസ്? കോലീബിയുടെ ക്ലാസിക് എക്സാമ്പിളായി അത് മാറിയിരിക്കുന്നതാണ്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വലിയ വാർത്തയായി വന്നിട്ടുണ്ട്. അവിടെ ലീഗ് പ്രസിഡന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UDFന്റെ ഭരണം. അവിടെ കൃഷ്ണരാജ്, അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന കേരളത്തിലെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സംഘി അഭിഭാഷകൻ എന്ന നിലയിൽ പറയേണ്ട കാര്യമില്ലല്ലോ. അതാണ് ആ ചോദ്യം. അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സഹകരണമല്ലേ? വഴിക്കടവ് പഞ്ചായത്തിലെ ഇഷ്യൂ, ആ പഞ്ചായത്ത് ആദ്യം വെച്ചിരുന്നത് ഒരു UDFകാരനായ വക്കീലിനെ തന്നെയാണ്. പക്ഷേ അയാൾ കൃത്യമായി കേസിന് ഹാജരാകാതെ വന്നപ്പോഴാണ് ആ പഞ്ചായത്ത് ഈ ആളെ ഇപ്പോൾ വെച്ചത്. ഇന്ന് UDFന്റെ കമ്മിറ്റി ചേർന്ന് ഈ കമ്മിറ്റി ചേർന്ന് അയാളെ അടിയന്തരമായി മാറ്റാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനൊന്നും ഒരു പിന്തുണയും കൊടുക്കുന്ന ഏർപ്പാട് UDFന്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയമായ പിശകതിലുണ്ടെന്ന് തുറന്ന് സമ്മതിക്കാൻ മാറ്റുന്നത് അല്ല. അത് രാഷ്ട്രീയമായി അതിന് വിശദീകരണം നൽകുമ്പോൾ വളരെ നിസ്സാരമായ ഒരു അഭിഭാഷകന്റെ മാറ്റമാണെന്ന് ജോജി കാണുന്നുണ്ടോ അതിനെ? തീർച്ചയായിട്ടും അവര് ആദ്യം വെച്ച UDF വക്കീല് അവരുടെ താല്പര്യത്തിനനുസരിച്ച് കേസിന് ഹാജരാകാതെ വന്നപ്പോ വേറെ വക്കീലിനെ വെച്ചു. നാട്ടിൽ വേറെ UDF വക്കീലില്ലേ? നാട്ടിൽ വേറെ UDF വക്കീലില്ലേ? ലീഗുകാരായ വക്കീലില്ലേ? ഈ ഒരൊറ്റ BJP അതുകൊണ്ടാണല്ലോ ഇന്ന് ഉച്ചക്ക് കൂടിയ UDF ആ വഴിക്കടവ് പഞ്ചായത്തിനോട് അയാളെ അടിയന്തരമായി തീരുമാനമെടുത്തപ്പോൾ ജില്ലയിലെ UDF നേതൃത്വം കണ്ണടച്ച് സമ്മതിച്ചോ? ലീഗ് നേതൃത്വം കോൺഗ്രസും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ജില്ലാ UDF നേതൃത്വത്തോട് ആലോചിച്ചിട്ടൊന്നുമല്ല ഒരു പഞ്ചായത്ത് ഒരു വക്കീലിനെ വെക്കുക. അതൊക്കെ അറിയുന്ന ആളാണല്ലോ നിങ്ങൾ. ഇതുപോലെ അപകടം പിടിച്ച ഒരു ഘട്ടത്തിലേക്ക് പോകും എന്ന ധാരണ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടാവില്ലേ? പഞ്ചായത്ത് ഭരിക്കുന്നവർക്ക് നേതാക്കൾക്ക് ഉണ്ടായത് കൊണ്ടാണ് UDF ഈ തീരുമാനം എടുത്തത്. മനസ്സിലാക്കേണ്ട കാര്യം 94 പഞ്ചായത്തും 12 മുനിസിപ്പാലിറ്റിയുള്ള മലപ്പുറം ജില്ലയിൽ ഒരു പഞ്ചായത്ത് ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാം ജില്ലാ നേതൃത്വത്തോട് ആലോചിച്ചിട്ടല്ല, അവിടെ വെച്ച് തെറ്റായി പോയി എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തരമായി മാറ്റാൻ ആവശ്യപ്പെട്ടത്. ഇതില് ഈ വഴിക്കടവ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വാർത്ത കേരളത്തെ സംബന്ധിച്ച് അതിനകത്തൊരു അത്ഭുതമൊന്നുമില്ല. 1969 മുതൽ ഇപ്പോൾ കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം സഖാവ് VMSനെതിരെ, അതിനുശേഷം 71 AKGക്കെതിരെ, 91 കോലീബി, ഏറ്റവും ഒടുവിൽ തൃശ്ശൂരിലെ ഈ പറയുന്ന കേരളത്തിൽ ആദ്യമായി ലോക്സഭയിൽ BJPക്ക് ഒരു പാർലമെൻറ്റ് മെമ്പറെ സംഭാവന ചെയ്തത്, കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു MLA നിയമത്ത് ഓരാജഗോപാലിനെ സംഭാവന ചെയ്തതെല്ലാം കോൺഗ്രസിൻ്റെ ത്യാഗമാണ്. ഇത് നമുക്കറിയുന്ന കാര്യമാണ്. വഴിക്കടവ് പഞ്ചായത്തിലെ കൃഷ്ണരാജുമായി ബന്ധപ്പെട്ട് ഇവിടെ വളരെ നിസാരപ്പെട്ട പ്രശ്നമായിട്ടാണ് പ്രിയപ്പെട്ട ജോജി ഇവിടെ സൂചിപ്പിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് ഹൈക്കോടതി അഭിഭാഷകനായി വെച്ചിരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെട്ട ഒരു സംഖ്യയാണ്. ഹലാൽ ഭക്ഷണം ഉൾപ്പെടെ വിവാദപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ഈ കൃഷ്ണരാജ്. കേരളത്തിലൊരു പൊതു മാലിന്യമാണ് ഈ കൃഷ്ണരാജ്. ആ അർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഭരണസമിതി അറിയുന്നില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, ഭരണസമിതി അറിയുന്നില്ലെങ്കിൽ ആ ഭരണസമിതി പിരിച്ചുവിടും നിങ്ങൾ. എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണസമിതി? വഴിക്കടവ് ഗ്രാമം ഇന്നിപ്പോൾ വിചിത്രമായൊരു വാദം ലീഗ് നേതാവ് ഉന്നയിക്കുകയാണ്. ഭരണസമിതി അറിയുന്നില്ല, ഇതവിടുത്തെ ഏതൊരു ഉദ്യോഗസ്ഥൻ ചെയ്തതാണ്. ഉദ്യോഗസ്ഥരെ പോലും നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ആ നിലയിൽ ഒരു ഭരണസമിതിയെ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ രാജിവെക്കണം. അല്ല, ഞാനത് ശ്രദ്ധിച്ചു. അതായത് PK ഫിറോസ് ഉന്നയിക്കാൻ ഏറ്റെടുക്കാൻ ജോജി തയ്യാറായിട്ടില്ല എന്നുള്ളത് സമർത്ഥമായി അതിൽ നിന്ന് തെന്നി മാറി. അത് വളരെ ശ്രദ്ധേയമാണ് പറഞ്ഞത്. PK ഫിറോസ് ആണ് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ജോജി ഇതുമായി ബന്ധപ്പെട്ട് ഈ അഭിപ്രായം പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണ്, ഷബീർ ഒരു പഴയ SFI നേതാവാണ്. ഇന്ന് ഗവർണറായിരിക്കുന്ന ശ്രീധരൻപിള്ള ഒരിക്കൽ പറയുകയുണ്ടായി, കേരളത്തിലെ SFIക്കാരുടെ പ്രധാനപ്പെട്ട മുഴുവൻ ക്രിമിനൽ കേസും വാദിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചതെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞിട്ടുണ്ട്. എവിടെയായിരുന്നു ഈ ആദർശം? അന്ന് ആദർശം ഉണ്ടായിരുന്നില്ലേ? ഇത് കേരളത്തിലെ SFIക്കാരുടെ ഇത്ര പ്രധാനപ്പെട്ട കേസുകളെല്ലാം ബാധിക്കാൻ ശ്രീധരൻപിള്ളയെ പോലെ BJPയുടെ ഒരു നേതാവിനെ സമീപിക്കുമ്പോൾ അത് സ്റ്റേറ്റ് നേതൃത്വം അറിഞ്ഞിട്ടുണ്ടാവും. ഇത് കേരളത്തിന്റെ ഇങ്ങനെ അറ്റത്ത് കിടക്കുന്ന ഒരു വഴിക്കടവ് പഞ്ചായത്ത് ഒരു തീരുമാനമെടുത്തപ്പോൾ നിങ്ങൾക്ക് വലിയ ആവേശം അല്ലേ? ശ്രീധരൻപിള്ള പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾക്ക് അഭിപ്രായമില്ല. SFIക്കാർ കേസെടുക്കാൻ വേണ്ടിയിട്ട് BJP വക്കീലിനെ തെരഞ്ഞുപിടിച്ച്
ശ്രീധരൻപിള്ള ഇന്നേ വരെ ഏൽപ്പിച്ചു ഇതിന് നിഷേധക്കുറിപ്പ് പറഞ്ഞിട്ടില്ല. ശ്രീധരൻപിള്ള പറഞ്ഞു ഞങ്ങളതൊന്നും മുഖവിലക്ക് തന്നെ എടുക്കുന്നില്ല. ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇവിടെ ഞങ്ങൾ ഇത്തരം കേസുകൾ വാദിക്കുന്നതിനൊക്കെ ഞങ്ങൾക്ക് കൃത്യമായ രീതിയുണ്ട്. മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുക, ഇവിടെ നിങ്ങൾ പറയുന്നതിൽ അടിസ്ഥാനരഹിതമായ പ്രശ്നങ്ങളാണ്. ഇത് വഴിക്കടവ് പഞ്ചായത്തും അതിന് മറുപടിയില്ല നിങ്ങൾക്ക്. നിങ്ങളപ്പോൾ പറയുന്നു SFI ശ്രീധരൻപിള്ള. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പരസ്യമായിട്ട് ഇന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട് പറഞ്ഞ കാര്യമായത് EP അഷ്റഫ് അലി ഉൾപ്പെടെയുള്ള അത് ഏതൊരു ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യാന്നുള്ളത്. ഏതാണ് ഉദ്യോഗസ്ഥൻ അറിയോ? ഏതാ ഉദ്യോഗസ്ഥൻ? അവിടുത്തെ നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് ഷെറോണയുടെ ഭർത്താവാണ് ഈ ഉദ്യോഗസ്ഥൻ. അറിയോ? അറിയോ? ഏതോ ഉദ്യോഗസ്ഥനല്ല, ഏതോ ഉദ്യോഗസ്ഥനല്ല. ഈ ജില്ലാ പഞ്ചായത്തിന്റെ ഞാൻ ചോദിക്കുന്നത് ഒരു പഞ്ചായത്തിന് ഒരു പ്രസിഡന്റ് ഉണ്ട്, ആ പഞ്ചായത്തിന് ഒരു ഭരണസമിതി ഉണ്ട്. ആ ഭരണസമിതിക്ക് മേലെയല്ല ഒരു ഉദ്യോഗസ്ഥൻ എടുക്കുന്ന തീരുമാനം തെറ്റാണെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ ഇത് പാടില്ല എന്ന് പറയാനുള്ള രാഷ്ട്രീയ നേതൃത്വമില്ലായ്മ ആ പഞ്ചായത്തിലും ഇവിടെയും സംഭവിച്ചിട്ടുള്ളതാണ് പ്രശ്നം. രാഷ്ട്രീയ തീരുമാനമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അവിടെയാണ് പ്രശ്നം. നിങ്ങളോട് 2 തവണ പറഞ്ഞു ഈ വിവരം അറിഞ്ഞ ഉടനെ ജില്ലാ UDF കൂടിയത് മാറ്റാൻ പറഞ്ഞു. പിന്നെന്താ വേണ്ടത്? ശരി.